തഞ്ചാവൂർ ജില്ലയിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ക്ഷേത്രമാണ് നമ്മുടെ ഈ ബൃഹദീശ്വര ക്ഷേത്രം, അല്ലെങ്കിൽ രാജരാജേശ്വര കോവിൽ, തിരുവുടയാർ കോവിൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മഹാദേവ ക്ഷേത്രം. AD 1013 പൂർത്തിയായ ഈ ക്ഷേത്രം ചോള രാജാവായ രാജരാജ ചോളൻ പണി കഴിപ്പിച്ചതാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ നമ്മുടെ ശിവനാണ്. ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. അതായത് ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വലിയ നന്ദിപ്രതിഷ്ഠയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഒരു കൂറ്റൻ ശിവലിംഗമുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുറംചുവരുകളിൽ കൊത്തിവെച്ച ഭരതനാട്യത്തിൻ്റെ 81 ഭാവങ്ങൾ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതായത് സിമൻറ്റ് ഉപയോഗിക്കാതെ നിർമ്മിച്ച ക്ഷേത്രമാണ്. അതുപോലെ തന്നെ കല്ലുകൾ പരസ്പരം ബന്ധിപ്പിച്ച് തന്നെയാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. പല കാലഘട്ടങ്ങളുടെ ചിത്രങ്ങളും ലിഖിതങ്ങളും ഒക്കെ ഈ ചുമരിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ക്ഷേത്രമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പരമശിവനെ ലിംഗരൂപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ ക്ഷേത്രം, അതായത് ഇത് നട്ടുച്ചയ്ക്ക് നമ്മളിവിടെ നിന്നാലും ഇതിന് നിഴൽ വീഴില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ നിഴൽ ഇല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അറിയപ്പെടുന്നത്. വളരെ നിഗൂഢതകൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 14 നിലകളുമുണ്ട്. 12 വർഷം കൊണ്ടാണ് ഇത്രേൻ്റെ പണി പൂർത്തീകരിച്ചത്. ഈ ക്ഷേത്രത്തിൻ്റെ മകുടം പണി കഴിപ്പിച്ചിരിക്കുന്നതിന് ആ കല്ലിൻ്റെ ഭാരം എന്ന് പറയുന്ന ഒരു 81 ടൺ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും, അതായത് ഒരു സാങ്കേതിക വിദ്യകളും ഇല്ലാതെ ഈ 81 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മകുടം, അതായത് നട്ടുവച്ച സമയത്ത് പോലും ഇതിന് നിഴൽ വീഴത്തില്ല. അതൊരു ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാം. നിറയെ ശില്പങ്ങൾ കൊത്തിയിട്ടുള്ള 1-2 ഗോപുരങ്ങൾ പിന്നിട്ടിട്ട് വേണം നമ്മുടെ ഈ ക്ഷേത്രവളപ്പിലേക്ക് കടക്കാൻ തന്നെ. അതായത് ദേവീദേവന്മാരും രാജാക്കന്മാരും സാധാരണ മനുഷ്യരും രതിശില്പങ്ങളും എല്ലാം ഇതിലുണ്ട്. 5 നിലകളിലുള്ള ഗോപുരത്തിൻ്റെ പേര് കേരളാന്തകൻ തിരുവയൽ എന്നാണ്. കാരണം നമ്മൾ ഈ ഗോപുര കവാടങ്ങളെല്ലാം കടന്ന് മുന്നോട്ട് നടന്ന് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഈ കൂറ്റൻ നന്ദി പ്രതിമ സ്ഥാപിച്ച മണ്ഡപത്തിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 25 ടണ്ണെങ്കിലും, ഒരു 25-30 ടൺ ഭാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമ തന്നെ 16-ാം നൂറ്റാണ്ടിൻ്റെ സംഭാവന തന്നെയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് 18 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്തിരൈ ബ്രഹ്മോത്സവമാണ്. അത് ഇവിടുത്തെ ഏറ്റവും വലിയ തിരുവഴിയായിട്ട് ഇവർ കൊണ്ടാടുന്നു. ഇവിടെ ഏകദേശം ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ, അതുപോലെ തന്നെ വൈകിട്ട് 4 മണി മുതൽ 8:30 വരെയാണ് ഇവിടുത്തെ ദർശന സമയമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ ഈ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം എന്ന്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും നമ്മുടെ ഈ ക്ഷേത്രം വന്ന് പെട്ടിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും കല്ലുകളിൽ തീർത്ത 400 കരിങ്കൽ തൂണുകളിൽ തീർത്ത മനോഹരമായ ക്ഷേത്രമാണ് നമ്മുടെ ഈ ബൃഹദീശ്വര ക്ഷേത്രം. ഈ മനോഹരമായ ശിവഭഗവാന്റെ കൊട്ടാരത്തിൻ്റെ ശില്പി കൂന്തറമല്ലൻ പെരുന്തച്ചൻ എന്ന് പറയുന്ന ശില്പിയാണ്. ഇന്നത്തെ നമ്മുടെ എൻജിനീയറിങ്ങിന് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത അത്രയും മനോഹരമായ അദ്ദേഹത്തിൻ്റെ കലാവിരുത് വലിയ അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു മ്യൂസിയം കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ വർഷത്തിൽ എങ്ങനെയൊക്കെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്, ഇതിൻ്റെ ഗോപുരങ്ങൾ, ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ മിനി ലൈബ്രറിയിൽ നിന്നും വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല കാലങ്ങളിലായിട്ട് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. ഇതിൻ്റെ ചുറ്റുമതിൽ കുറേയൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അത് സർക്കാർ കുറേയൊക്കെ അത് സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് സംരക്ഷിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഗോപുരങ്ങളൊക്കെ ചെരിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് അവിടെ നിൽക്കുന്ന ഗാർഡ് പറഞ്ഞിട്ടുള്ളത്. കാരണം കുറേ ഗോപുരങ്ങൾ ചെരിഞ്ഞു പോയി. പക്ഷേ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഗോപുരം അവിടെ ഉണ്ടാക്കി വെക്കാൻ സർക്കാരിനെ കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല. കാരണം അന്നത്തെ ആ എൻജിനീയറിങ്ങിൻ്റെ വൈഭവം എന്താണെന്ന് തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ മനോഹരമായിട്ടുള്ള ക്ഷേത്രം ചോള വംശത്തിൻ്റെ ഒരു മഹാസംഭാവന തന്നെയാണ്.
വലിയ ശിവഭക്തനായിരുന്ന ചോള രാജാവ് തനിക്കൊരു കൊട്ടാരം ഈ ഭൂമിയിലുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഭഗവാൻ ഈ ഭൂമിയിൽ ഒരു കൊട്ടാരം തീർത്തുകൂടാ എന്നൊരു ചിന്തയിലാണ് ഇങ്ങനൊരു കൊട്ടാരം നിർമ്മിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് ഗാഡ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. കാരണം ഇതൊരു ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറിയത് ഒരു അമ്പലമായിട്ടല്ല തോന്നുന്നത്, ഇതൊരു വലിയ കൊട്ടാരം, രാജ കൊട്ടാരത്തേക്കാൾ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു കൊട്ടാരം തന്നെയാണിത്. അപ്പോൾ അതായത് ഭൂമിയിൽ ശിവഭക്തൻ സാക്ഷാൽ മഹാദേവന് വേണ്ടി പണി കഴിപ്പിച്ച മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൊട്ടാരം തന്നെയാണ് ഇത്. ഇത് മൊത്തം പൂർണ്ണമായിട്ടും കരിങ്കല്ലിൽ മാത്രം തീർത്തിട്ടുള്ള അത്ഭുത വാസ്തുവിദ്യ തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഇവിടെ വന്ന് ഈ ക്ഷേത്രമൊക്കെ കണ്ട് തിരിച്ചു പോയി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യമായ മുതൽക്കൂട്ടുകൾ എന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ, സി യു.